ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇന്ന് രാവിലെ അനീഷും വീട്ടുകാരും തമ്മിൽ നല്ലൊരു രീതിയിലുള്ള വഴക്ക് നടന്നിരിക്കുകയാണ്. അതായത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഓണം എത്താറായി, അതുകൊണ്ട് തന്നെ പൂക്കളം ഇടണം എന്നുള്ളത്. അങ്ങനെ നാളെ തിരുവോണ ദിവസമാണ്. അതിന് മുന്നോടിയായി ഇന്ന് ഉത്രാട ദിവസം പൂക്കളം ഇടാനായിട്ട് അക്ബറും അനീഷും അകത്ത് ചെന്നിട്ട് പൂക്കളം എടുക്കാനായിട്ട് പോവുകയാണ്. അതായത് പൂവ് എടുക്കാനായിട്ട് പോകുന്നു. അങ്ങനെ പൂവ് എടുത്ത് വരുന്നു. അതിനുശേഷം വീട്ടുകാരെല്ലാവരും പൂക്കൾ ഇറുക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്നു. അങ്ങനെ സന്തോഷത്തോടു കൂടി പൂക്കളം തീർക്കാനായി എല്ലാവരും ഒരുങ്ങുകയാണ്. അതിനിടയ്ക്ക് അനീഷ് ചെരുപ്പ് ധരിച്ചുകൊണ്ട് പൂവിടാനായിട്ട് ഇരിക്കുന്നു. അത് അപ്പാനി ശരത്താണ് ആദ്യം തന്നെ കാണുന്നത്. അപ്പം അങ്ങനെ അപ്പാനി ശരത്ത് അനീഷ് ചെരുപ്പ് ധരിച്ചുകൊണ്ട് പൂക്കളം ഇടാനായിട്ട് ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് വലിയൊരു വഴക്കിലോട്ട് എത്തുകയാണ്. ഒന്നും രണ്ടും പറഞ്ഞ് അത് മറ്റേതോ തലത്തിലേക്ക് എത്തി പരസ്പരം വീട്ടുകാരും അനീഷും തമ്മിൽ നല്ലൊരു രീതിയിലുള്ള വഴക്ക് ഇന്നുണ്ടായിരിക്കുകയാണ്. അനീഷ് തൻ്റെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ചെരുപ്പ് അഴിച്ചു വെച്ചതിന് ശേഷമാണ് പിന്നീട് പൂക്കളം തീർക്കാനായി ഇരുന്നത്. എങ്കിലും മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടുന്ന ആ ഒരു തെറ്റ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി അനീഷിന് വളരെയധികം കുറവാണ് എന്നുള്ളത് എനിക്ക് പല സമയത്തും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിനുള്ള ഒരു സാഹചര്യം കൂടി വന്നെത്തിയിരിക്കുകയാണ്. അനീഷ് അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അനീഷ് പറയുന്നത്, നിങ്ങളാരും ഇത്രയും ദിവസം പൂവിടാൻ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് എന്തിനാണ് എല്ലാറ്റിനും കുറ്റം കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങുമിങ്ങും വാക്കുതർക്കം ഉണ്ടാവുകയാണ്. ഇതിനെ തുടർന്ന് ആര്യനൊക്കെ പറയുന്നുണ്ട്, മലയാളി ഓഡിയൻസിനെ, മലയാളി പ്രേക്ഷകരെ അപമാനിക്കുന്ന തരത്തിലാണ് ഇന്ന് അനീഷ് ബിഹേവ് ചെയ്തത്. മലയാളി ഓഡിയൻസിനെ റെസ്പെക്റ്റ് ചെയ്യാത്ത ആ ഒരു രീതി ആയതുകൊണ്ടാണ് അനീഷ് ചെരുപ്പ് ധരിച്ചുകൊണ്ട് പൂക്കളം തീർത്തത് എന്നുള്ളതൊക്കെ. എനിക്ക് തോന്നുന്നില്ല അനീഷ് അത്തരത്തിലുള്ളൊരു ആ ഒരു മനസ്ഥിതി വെച്ചിട്ടുണ്ടൊന്നും അല്ല ചെരുപ്പ് ധരിച്ചിരുന്നത്. അനീഷിന് ഒരുപക്ഷെ അറിയാതെ സംഭവിച്ചതായിരിക്കാം. കാരണം പെട്ടെന്നുള്ള ആ ഒരു പൂക്കളം തീർക്കാനായി ഇരിക്കുന്ന സമയത്ത് അനീഷ് മറന്നു പോയതാവും. കാരണം അനീഷ് നല്ലൊരു കർഷകനാണ്, അല്ലെങ്കിൽ ഒരു കാർഷിക നാടായ കോടന്നൂരിൽ നിന്നും വരുന്നൊരു വ്യക്തിയാണ് എന്നുള്ളതൊക്കെ ഇന്നലെ തന്നെ നമ്മൾ ലൈവ് സ്റ്റോറി ടാസ്കിൽ കണ്ടിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരു പൂക്കളം തീർക്കേണ്ട കുറച്ച് ആചാര മര്യാദകളൊക്കെ നല്ല രീതിക്ക് അറിയും. പക്ഷെ ഇത് മറന്നു പോയതാവും എന്നാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അനീഷിനത് സമ്മതിച്ചു കൊടുത്തുകൊണ്ട് ആ ഒരു വിഷയം അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ അനീഷ് പറയുന്നതോടൊപ്പം തന്നെ വീട്ടുകാരും അത് ഏറ്റുപിടിക്കുന്നു. കാരണം അത് അവർക്കൊരു കണ്ടന്റാണ്.